എന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മളിന്നൊരു മൈക്കൊക്കെ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു അൺബോക്സിങ് വീഡിയോ എടുക്കാനാണ് ഇപ്പോൾ നമ്മൾ വന്നേക്കുന്നത്. ഈ കാണുന്നതാണ് നിങ്ങളുടെ വെലോമാക്സ് S001 എന്ന് പറഞ്ഞിട്ടുള്ള മൈക്ക്. നമ്മളിത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് ഓർഡർ ചെയ്തത്. ഫ്ലിപ്കാർട്ടിൽ 2500 കാണിക്കുന്നുണ്ടായി. അപ്പോൾ നോക്കി ലാസ്റ്റ് 2100 സംഭവം കിട്ടി. കുറേ യൂട്യൂബിൽ കുറേ മൈക്കുകൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്നിരുന്നാലും ഞാൻ എല്ലാം നോക്കിയതിന് ശേഷം ഇതിൻ്റെ റിവ്യൂസും കൂടെ നന്നായി നോക്കിയതിന് ശേഷമാണ് ഞാൻ ഈ ഒരു മൈക്ക് വെലോമാക്സ് എന്നുള്ള മൈക്ക് എടുത്തത്. അപ്പോൾ നമ്മൾ ഇത് അൺബോക്സിങ് ചെയ്യാൻ പോവാണ്. ഇതാണ് സംഭവം. അതിൽ ഇതിപ്പോൾ ഒരു ലിസ്റ്റ് ഉണ്ട്. അതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളാണ് ഈ പറഞ്ഞിട്ടുള്ളത്. അതിൽ കാര്യങ്ങൾ ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഫങ്ഷൻസ്, ബട്ടൺ അതെല്ലാം കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ ഇതാണ് നമ്മുടെ സംഭവം. കണ്ടോ എല്ലാവരും? ഇതിൽ വേറൊരു പെട്ടി കൂടി ഉണ്ട്. രണ്ട് കേബിൾ ഉണ്ട്. 2 ചാർജിങ് കേബിളാണെന്ന് തോന്നുന്നു. ഇതിൻ്റെ ചാർജിങ് വരുന്നത് ഇവിടെ ബാക്കിലാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു പിന്ന് ഉപയോഗിച്ചിട്ട് ഇവിടെ ചാർജിങ് ഇതാ. അങ്ങനെ 2 ചാർജിങ് കേബിൾ ഉണ്ട്. പ്ലസ് നമ്മുടെ ബോക്സ്, മൈക്കിൻ്റെ ബോക്സ്, ഇത്രയാണ് ഇതിലുള്ളത്. നമുക്കിത് ഓപ്പൺ ആക്കാം. ഇതാണ് സംഭവം. 2 മൈക്കാണുള്ളത്. 2 വയർലെസ് മൈക്രോഫോണും അതുപോലെ റിസീവറും ആണുള്ളത്. അപ്പോൾ നമ്മൾ ഇതാണ് റിസീവർ വരുന്ന C ടൈപ്പാണ്. എനിക്കിപ്പോൾ ഐഫോണിൽ യൂസ് ചെയ്യാനായിട്ടാണ് ഞാനിത് മേടിച്ചത്. അതുകൊണ്ട് തന്നെ ഇത് C ടൈപ്പാണ്. iPhone 15 വരുന്നത്. അപ്പോൾ iPhone 15 നമ്മുടെ C ടൈപ്പ് റിസീവറാണ് ഉപയോഗിക്കുക. അതുകൊണ്ടാണ് ഈ റിസീവർ നോക്കി മേടിച്ചത്. അതുപോലെ 2 വയർലെസ് മൈക്രോഫോണാണ്. ഇതൊരെണ്ണം, അതുപോലെ ഇതാ ഒരെണ്ണം, 2 എണ്ണം ഉണ്ട്. അപ്പോൾ നമ്മുടെ ഈ സൈഡിലെ ഈ ബട്ടൺ 2 സെക്കൻഡ് പ്രസ് ചെയ്ത് പിടിച്ചാൽ ഓൺ ആകും എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഓഫ് ആക്കാനും 2 സെക്കൻഡ് നമ്മൾ പ്രസ് ചെയ്ത് പിടിക്കുക. അതുപോലെ നോയ്സ് റെഡ്യൂസർ ഉണ്ട്. നോയ്സ് റെഡ്യൂസറിന് ഓൺ ആക്കിയതിന് ശേഷം ജസ്റ്റ് ഒരു പ്രാവശ്യം ഈ കാണുന്ന യെല്ലോ ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പോൾ നമ്മൾ നോയ്സ് റെഡ്യൂസർ ഇവിടെ ഓൺ ആകുന്നതാണ്. അപ്പോൾ എല്ലാത്തിനും സിമ്പിൾ ഉണ്ട്. ഓൺ ആയാൽ ഇവിടെ ഒരു ബ്ലൂ ലൈറ്റ് ഓൺ ആവും, കത്തും ഇവിടെ. അപ്പോൾ നമ്മുടെ റിസീവറാണ്. റിസീവറിൻ്റെ 2 സൈഡിലായിട്ട് 2 ലൈറ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ വീഡിയോ എടുക്കുന്ന ഫോണിലേക്ക് ഇത് നമ്മൾ പ്ലഗ് ചെയ്യാൻ പോവാണ്. പ്ലഗ് ചെയ്യുമ്പോൾ ഈ 2 ലൈറ്റും കത്തും. അപ്പോൾ നമുക്ക് പ്ലഗ് ചെയ്തിട്ട് നമ്മുടെ മൈക്ക് നമ്മുടെ കോളറിൽ വെച്ചിട്ട് ഒന്ന് എടുത്തു നോക്കാം. അപ്പം ഫോണായിട്ട് നമ്മുടെ റിസീവർ കണക്ട് ചെയ്തു. എന്നിട്ട് നമ്മളിപ്പോൾ ഇതാ മൈക്കിൽ കൂടിയാണ് സംസാരിക്കുന്നത്. ക്ലിയറാണ് സംഭവം സംസാരിക്കുമ്പോൾ. ഇനി നമുക്ക് നോക്കേണ്ടത് ഡിസ്റ്റൻസ് ഒന്ന് നോക്കി നോക്കാം. എത്ര ഡിസ്റ്റൻസ് പോയാലാണ് നമുക്ക് ഈ നമ്മുടെ സൗണ്ട്, മൈക്കിൽ കൂടെയുള്ള സൗണ്ട് കട്ടാവാതെ കിട്ടുക എന്നുള്ളത് നമുക്ക് നോക്കി നോക്കാം ഇനി അടുത്ത്. അപ്പോൾ നമ്മൾ നോർമൽ മൈക്ക്, നമ്മുടെ വയർലെസ് മൈക്രോഫോൺ നമ്മുടെ ബട്ടൺ പോലെ ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നോയ്സ് റിഡക്ഷൻ ഓൺ ആക്കിയിട്ടില്ല. അപ്പോൾ നമ്മൾ അത്യാവശ്യം ഡിസ്റ്റൻസ് ഒന്ന് പോയി നോക്കാം. എത്ര ദൂരം നമുക്ക് പോയാൽ വോയിസ് കട്ടാവാതെ കിട്ടും എന്നുള്ളത് നമുക്ക് ജസ്റ്റ് നോക്കാം. 30 മീറ്ററാണ് കമ്പനി പറഞ്ഞിട്ടുള്ളത്. എന്നിരുന്നാലും നമുക്ക് മാക്സിമം പോയി നോക്കാം. അപ്പോൾ നമ്മൾ ഏതാണ്ട് ഒരു 40-50 മീറ്ററിൻ്റെ അടുത്തതാ അപ്പോൾ എത്തിയിട്ടുണ്ട്. 30 മീറ്റർ അല്ല, അതിനേക്കാൾ അത്യാവശ്യം ദൂരം നമ്മൾ ബാക്കിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അത്രയും ദൂരം പോയിട്ട് കട്ടായിട്ടില്ല എന്ന് വിചാരിക്കുന്നു. നമ്മൾ ഇത്രയും ദൂരം പോയി സംസാരിച്ചൊന്നും 30 മീറ്റർ അല്ല, അതിനേക്കാൾ ഒരു 60 മീറ്ററിൻ്റെ അടുത്ത് നമ്മൾ ബാക്കിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ എല്ലാ വോയിസും ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ നോയ്സ് റിഡക്ഷൻ ഓണാക്കാൻ പോവാണ്. ഓണാക്കിയിട്ടില്ല. ഓണാക്കണമെങ്കിൽ ജസ്റ്റ് ഈ സൈഡിലുള്ള യെല്ലോ ബട്ടൺ ജസ്റ്റ് ഒരു പ്രാവശ്യം ഒന്ന് ബട്ടൺ ടച്ച് ചെയ്താൽ മതി. ഇതുപോലെ ജസ്റ്റ് ടച്ച് ചെയ്യുക. അപ്പോൾ ഇവിടെ ഒരു ബ്ലൂ ലൈറ്റ് കത്തും. അതിൻ്റെ സിമ്പലിലാണ് കറക്റ്റ് കത്തിയേക്കുന്നത്. നോയ്സ് റിഡക്ഷൻ്റെ സിമ്പലിൽ കത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിലൂടെ സംസാരിക്കുമ്പോൾ എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് പറയാം. ഇത് നമ്മൾ കുറച്ച് ദൂരം ഇങ്ങനെ പോകുന്നുള്ളൂ ബാക്കിലേക്ക്. നേരത്തെ സംസാരിച്ചതും ഇപ്പോൾ സംസാരിക്കുന്നതും തമ്മിലുള്ള ഒരു വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മളിപ്പോൾ നോക്കുന്നത് നോയ്സ് റിഡക്ഷൻ എങ്ങനെയുണ്ടെന്നാണ് നോക്കുന്നത്. അതായത് നേരത്തെ ആ ഒരു നോയ്സ് റിഡക്ഷൻ ബട്ടൺ ഓൺ ആക്കാതെ ഇപ്പം ഓൺ ആക്കിയപ്പം ആ വോയിസിൻ്റെ ചേഞ്ച് നിങ്ങൾക്ക് മനസ്സിലാക്കാനാണ് നമ്മളിപ്പം
ഈ നോയ്സ് റിഡക്ഷൻ ബട്ടൺ ഓൺ ആക്കിയിട്ട് ഈ സംസാരിക്കുന്നത്. അപ്പോൾ എല്ലാ രീതിയിലും നിങ്ങൾ ഈ ഒരു മൈക്കിൻ്റെ വോയിസ്, അതായത് നോയ്സ് റിഡക്ഷൻ ഓൺ ആക്കിയതിന് ശേഷം അല്ലാത്തപ്പോഴുള്ള വോയിസിൻ്റെ ചേഞ്ചിൻ്റെ ക്ലാരിറ്റി എങ്ങനെയുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. എങ്ങനെ നോക്കിയാലും, അതായത് ബഡ്ജറ്റ് വൈസ് ആണെങ്കിലും യൂസ് വൈസ് ആണെങ്കിലും ഈ ഒരു വെലോമാക്സ് S001 എന്ന് പറഞ്ഞ മൈക്ക് എല്ലാം കൊണ്ട് അടിപൊളിയാണ്. അപ്പം എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ബെറ്റർ ഓപ്ഷൻ ആയിരിക്കും. എനിക്ക് നല്ലൊരു റിസൾട്ടാണ് ഈ ഒരു വെലോമാക്സ് S001 എന്ന് പറഞ്ഞ മൈക്ക് തന്നിട്ടുള്ളത്. ഇനി അങ്ങോട്ടുള്ള എല്ലാ വീഡിയോസിലും ഞാൻ ഈ ഒരു മൈക്ക് തന്നെയായിരിക്കും ഉപയോഗിക്കുക. അപ്പോൾ അതുകൂടാതെ നമുക്ക് ഈ ഒരു മൈക്കിൻ്റെ ക്ലിപ്പ് ഉണ്ട്. ഈ ഒരു ക്ലിപ്പ് ഉപയോഗിച്ച് നമ്മുടെ ഹാങ് ചെയ്യുക, നമ്മുടെ ഈ ബട്ടൺ പോലെ ഇവിടെ ഹാങ് ചെയ്യുക. അധികം ഒരു നമ്മുടെ കാണുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല ഒരു ഇതിൽ എടുത്ത് കാണിക്കുകയും ചെയ്യും, ബട്ടൺ ടൈപ്പ് ആയതുകൊണ്ട്. അപ്പോൾ എല്ലാം കൊണ്ടും ഞാൻ ഈ ഒരു മൈക്ക്, അതായത് സ്റ്റാർട്ടേഴ്സിന്, അത്രയും വലിയ ലെവലിലെത്തിയിട്ടുള്ള ആൾക്കാർക്കുള്ള സ്റ്റാർട്ടേഴ്സിന് ഈ ഒരു മൈക്ക് എടുക്കാനേ ഞാൻ റെക്കമെൻഡ് ചെയ്യുള്ളൂ. കാരണം വില കൊണ്ട് നോക്കുവാണെങ്കിലും ഒരു 2000 ആ നിയറസ്റ്റ് അതിൻ്റെ അടുത്ത് വരുന്ന ഒരു റേഞ്ചാണ് മൈക്കിനുള്ളത്. അപ്പം എടുക്കുകയാണെങ്കിൽ സ്റ്റാർട്ടേഴ്സ് ഈ ഒരു മൈക്ക് എടുക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. അപ്പോൾ നിങ്ങൾ എടുക്കുക. ഈ ഒരു വയർലെസ് മൈക്രോഫോൺ എടുത്തതിന് ശേഷം നിങ്ങളത് ഉപയോഗിച്ചതിന് ശേഷം അതിൻ്റെ റിവ്യൂസ് കമൻറ്റ് ബോക്സിൽ ഇടുക. അപ്പോൾ അടുത്ത ഒരു വീഡിയോ ആയി വരുന്നവരേക്കും പൊരി പൊരി പൊരി.